I have to. ഇവിടെ ഹാവ് ടു എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫ്രേസ്. വേണം, ചെയ്യണം എന്നർത്ഥം. ഓക്കെ, കൺഫ്യൂസ് ചെയ്യരുത്, ഈസി ആയിരിക്കും. സംസാരിക്കാൻ തുടങ്ങുന്നവരെല്ലാം ഓരോ വാക്കുമെടുത്ത് ഗവേഷണം ചെയ്ത് സംസാരിക്കുന്നവരല്ല. വാക്കുകൾ കിട്ടി ഉടനെ സംസാരിക്കാൻ തുടങ്ങുന്നു, അവർ സക്സസ്ഫുൾ ആകുന്നു. ഒന്നൊന്നായി ഗവേഷണം ചെയ്യാൻ തുടങ്ങിയാൽ കുഴപ്പം തന്നെ. സോ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയോ? യൂണിറ്റ് നമ്പർ 23. Okay. Here we have given you some negative forms. That is, have not and has not. And sometimes it can be pronounced as haven't and hasn't. Okay, and we can add one more word also. But one thing, there is a difference between did not and have not. Did not and have not. എന്താ സാർ ഇത് ഡിഡ് നോട്ടും ഹാവ് നോട്ടും എന്താ വലിയ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഡിഡ് നോട്ട് എന്നാൽ ഇല്ലേ ഇല്ല, ഹാവ് നോട്ട് എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ല. മനസ്സിലായതേ ഇല്ലേ? ഇപ്പൊ നോക്കാം. Imagine that you are working in a private concern. ഇതുവരെ നിങ്ങളെ ജോലിയിൽ നോക്കിയാൽ യു ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ മോർ ദാൻ 6 years. 6 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാനേജർ ഒരു ദിവസം പോലും ലേറ്റായി വന്നിട്ടില്ല. ഷാർപ്പായി 10:30 വരും. ദാറ്റ് പർട്ടിക്കുലർ ഡേ വാട്ട് ഹാപ്പൻ യു നോ എന്തായെന്നറിയോ? 10:30 മണി വരെയും 10:30 മണിക്ക് വരേണ്ട ആള് 11:45 ആവുന്നു, 11:45 ആവുന്നു, ഇനിയും വന്നിട്ടില്ല അദ്ദേഹം. മാനേജർ വന്നിട്ടില്ല. അതുകൊണ്ട് നോക്കൂ, ആ ഓഫീസില് ആരും തന്നെ സീറ്റിലില്ല. ചിലർ ക്യാൻറ്റീനിലിരിക്കുന്നു, ചിലർ മരച്ചോട്ടിലിരിക്കുന്നു. നിങ്ങൾ മാത്രം ഇരുന്ന് മുഖ്യമായി എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. ഓഫീസ് ജോലിയല്ല, പേഴ്സണൽ ജോലി. ആ സമയത്ത് ഫോൺ വരുന്നു. ഫോൺ വന്ന ഉടനെ ക്യാൻ ഐ സ്പീക്ക് ടു ദ മാനേജർ പ്ലീസ് എന്ന് ഫോണിൽ ചോദ്യം. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം പറയണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹി ഹാസൻ കം ടു ഓഫീസ് എന്ന് പറയാം. ഹി ഹാസൻ കം ടു ഓഫീസ് എന്ന് വെച്ചാൽ എന്താർത്ഥം? അതായത് അദ്ദേഹം ഇനിയും ഓഫീസിൽ വന്നിട്ടില്ല. അദ്ദേഹം ഇനിയും ഓഫീസിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുക? അദ്ദേഹം വരുമോ ഇല്ലയോ? വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ? 11:45 ആയിട്ടുള്ളൂ. ഇപ്പോ ഒന്ന് ഓർമ്മയിൽ വെക്കണം. സപ്പോസ് യു റിസീവ് എ ഫോൺ കോൾ. പക്ഷെ നിങ്ങളുടെ ഓഫീസ് അവേഴ്സ് പറയാൻ ഞാൻ മറന്നുപോയല്ലോ. 10:30 to 5:30. ഇപ്പൊ 11:45 ആ ഫോൺ കോൾ വന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഹാസൻ കം ടു ഓഫീസ് എന്ന് പറഞ്ഞു. എന്നാൽ സപ്പോസ് യു റിസീവ് ദ കോൾ അറ്റ് 4:45. Can you repeat the sentence? ഇത് നിങ്ങൾക്ക് പറയാമോ? സാർ അദ്ദേഹം ഇനിയും ഓഫീസിൽ വന്നിട്ടില്ല. 4:45 മണിക്ക് ഏത് ഓഫീസിലേക്ക് വരാൻ പറ്റും? ഇനിയും 3/4 മണിക്കൂറിൽ ഓഫീസ് അടയ്ക്കാൻ പോവുക. പലരും മാനേജർ വരാത്തതുകൊണ്ട് ചില റൂമൊക്കെ പൂട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും വരാനുള്ള സാധ്യതയുണ്ടോ? സോ വെൻ ദർ ഇസ് നോ ചാൻസ്, സാധ്യതയെ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണം? ഡിഡ് നോട്ട് ഇടുക. അപ്പൊ എന്ത് ചെയ്യുക? ഹി ഡിഡ്ന്റ് കം ടു ഓഫീസ് ടുഡേ. ഇപ്പൊ പറയൂ, വാട്ട് ഈസ് ഡിഫറൻസ്? ഹി ഹാസൻ കം ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇനിയും ഓഫീസിൽ വന്നിട്ടില്ല, യു ആർ എക്സ്പെക്ടിങ് ഹിം. ഹി ഡിഡ്ന്റ് കം ടു ഓഫീസ് ടുഡേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ഓഫീസിൽ വന്നതേ ഇല്ല, വരാൻ സാധ്യതയുമില്ല. ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായപ്പോ? ശരി, അടുത്ത് നോക്കാം. ഐ വിൽ ഗിവ് യു വൺ മോർ എക്സാമ്പിൾ. ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോ മദർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. വിളിക്കുകയാണ്. എന്താ മനസ്സിൽ വിചാരിച്ചിരുന്ന നീ? എന്താ അമ്മ, എന്താ കാര്യം? ഒന്നുമില്ല മോനെ, സിസ്റ്ററുടെ മാരേജിന് ഇനി 1 മാസം പോലും ഇല്ല. കല്യാണ മണ്ഡപം മാത്രം ബുക്ക് ചെയ്താൽ മതിയോ? ക്ഷണക്കത്ത് പോലും ഇനി അടിച്ചിട്ടില്ല. എന്താ വിചാരിച്ചിരുന്ന നീ? വന്ന് വീട്ടിലിരിക്കുന്നില്ല. കുറച്ചുകളെ ഓഫീസ് വിട്ട് നേരെ വീട്ടിൽ വന്നിരുന്നു. ഇപ്പൊ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പറഞ്ഞ് പോവല്ലേ? എന്താണ് എന്റെ വിചാരം? ഇനിയും ക്ഷണക്കത്ത് അടിച്ചിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ അമ്മേ. അടിക്കാം അമ്മേ. അപ്പൊ എന്ത് ചെയ്യുക? വി ഹാവ് ഇടുക. Not yet. Printed. The invitations.
വി ഹാവ് നോട്ട് യെറ്റ് പ്രിന്റഡ് ദി ഇൻവിറ്റേഷൻസ്. കിട്ടിയ തക്കത്തിന് എറ്റെന്നൊരു വാക്ക് ഇടയിൽ കൊണ്ടുവന്നല്ലേ സാറേ. സാധാരണയായി നോട്ട് വന്നാൽ ഒരു എറ്റിട്ടാൽ നന്നായിരിക്കും. എറ്റെന്നാൽ ഇനിയും എന്നർത്ഥം, നോട്ട് യെറ്റ് എന്നാൽ ഇനിയും നടന്നില്ലെന്നർത്ഥം. ഇനിയും നടന്നില്ലെങ്കിൽ ഇനിയും ഉണ്ടെന്നല്ല അർത്ഥം. ഊണ് കഴിച്ചോ? ഇതുവരെ കഴിച്ചില്ല, പോയിട്ട് കഴിക്കണം. അപ്പൊ കഴിക്കണം അല്ലേ? വി ഹാവ് നോട്ട് യെറ്റ് പ്രിന്റഡ് ദി ഇൻവിറ്റേഷൻസ് എന്ന് വെച്ചാൽ എന്താ? ക്ഷണക്കത്ത് അടിച്ചിട്ടില്ല, ഇനിയും അടിച്ചിട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ട് മഹേഷിനെ കണ്ടു. എന്താ മഹേഷ്, കല്യാണമൊക്കെ കഴിഞ്ഞു, ക്ഷണക്കത്ത് പോലും അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ പറയാ, എന്താ അർത്ഥം? വി ഡിഡ്ന്റ് പ്രിന്റ് ദി ഇൻവിറ്റേഷൻ. ഞങ്ങൾ ഇൻവിറ്റേഷൻ അടിച്ചുമില്ല, ഇൻഫാക്ട് ആരെയും വിളിച്ചുമില്ല. ഞങ്ങളെ ഉണ്ടാക്കി ഞങ്ങളെ തിന്നു. വെരി ഗുഡ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇനിയും ക്ഷണക്കത്ത് അടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ക്ഷണക്കത്ത് അടിക്കാൻ ഐഡിയ ഉണ്ടോ ഇല്ലയോ? സോ അതാണ് പറയുന്നത്. ഒരു പ്രവൃത്തി ചെയ്തതേയില്ല, ചെയ്യാൻ സാധ്യതയില്ല, എന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് ഡിഡ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യുക. പ്രതീക്ഷയുണ്ടെങ്കിൽ ഹാവ് നോട്ട് ഇടുക. ഓക്കെ. ലാസ്റ്റ് വേറൊരു കാര്യം കൊണ്ടുണ്ട്.